ഗുഡ് മോർണിംഗ് ഓൺ. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് റാണി മാം ആണ്. മാം ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാലേ മാം? ഓഡിബിൾ അല്ലേ? ഓക്കെ, ചെയ്യാം. അതെ, ഓഡിബിൾ ആണ്, ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ് എവറി വൺ. എന്തൊക്കെയുണ്ട് വിശേഷം? മോർണിംഗ്. നാട്ടില് നല്ല മഴയല്ലേ? അതെ അതെ, നല്ല മഴയാണ്. ആ. പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണാനില്ല. എങ്കിലും പുതിയ പുതിയ ആളുകളായിട്ട് നമുക്ക് തുടങ്ങാം. എന്തായാലും എല്ലാവർക്കും രാവിലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം മാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിന്ന് ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു, സന്തോഷത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് തേടേണ്ടത്, അല്ലെ? എല്ലാവർക്കും അതാണ് ഇഷ്ടം, എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഞാനിന്ന് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിൽ കണ്ടിരുന്നില്ല. പക്ഷെ ഇന്നലെ രാവിലെ എനിക്ക് എൻ്റെ ഒരു മാഷിന്റെ മെസ്സേജ് വന്നപ്പോ അതിനകത്ത് മാഷ് പറഞ്ഞിരുന്നത് ഇതേക്കുറിച്ചിട്ടാണ്. അപ്പൊ ഞാനും അതിനെക്കുറിച്ച് കൂടുതലൊന്ന് ചിന്തിച്ചു. മാഷിന് വന്ന ഒരു ഫോൺ കോളിനെ കുറിച്ചിട്ടാണ് മാഷ് പറഞ്ഞത്. എന്തെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ സന്തോഷിക്കാനാവുന്നില്ല. ശരിക്കും സന്തോഷിക്കാൻ എന്താണ് വഴി? നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്? എന്താ വഴി സന്തോഷിക്കാൻ? ആരെങ്കിലുമൊക്കെ ഉത്തരം പറയണം കേട്ടോ, എന്നാലല്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും രാവിലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചോന്ന് എനിക്കറിയില്ല. കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും നല്ല ഉഷാറായിട്ടല്ലേ വന്നിരിക്കുന്നേ? രാവിലത്തെ നമ്മുടെ ഈ സമയത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. എഴുന്നേറ്റിട്ടുള്ള ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദിവസത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എന്ന് പലപ്പോഴും അനുഭവത്തിലും തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിനിപ്പോ ഈ വിമ്പിള് കാണിക്കുന്ന ഈ ഒരു സന്മനസ് അല്ലെങ്കിൽ മനസ്സുണ്ടല്ലോ, നമുക്ക് രാവിലെ നല്ല ചിന്തകൾ പകർന്നു തരാൻ വേണ്ടിയിട്ട് ഈ അരമണിക്കൂർ അത് ഒരു വലിയ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു നേട്ടമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോ ഞാനെന്താ പറഞ്ഞു വന്നത്, നമ്മുടെ ഫോൺ കോൾ അല്ലെ? സന്തോഷിക്കാൻ എന്താണ് വഴി? സത്യത്തില് ആ ഒരു ഫോൺ കോളിനെ കുറിച്ച് മാഷി പറയുമ്പോൾ അതൊരു പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു. മോട്ടിവേഷൻ കേട്ടിട്ടില്ലേ എല്ലാവരും? ഇപ്പൊ അതാണ് മെയിൻ, അല്ലേ? ആരെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സുഖ. ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ച് ഒക്കെ പോകുമ്പോ നമുക്കൊരു വല്ലാത്ത സുഖാണല്ലേ? നമുക്കും ഒരു സന്തോഷാണ്. കേൾക്കുന്നവൻ അതെങ്ങനെ എടുക്കുന്നു നമുക്കറിയില്ലെങ്കിലും അവന്റെ മനസ്സിലും ചെറിയൊരു ചലനമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാല് അത് വലിയൊരു കാര്യമാണ്. അപ്പോ ഇതേപോലെ മോട്ടിവേഷൻ സ്പീക്കറായ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഗ്രൂപ്പിൽ നിന്നാണ് മാഷിന് അത്തരത്തിലൊരു കോള് വന്നത്. അപ്പോ എപ്പോഴും ആ ഒരു മോട്ടിവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ് ശരിക്കും ആ ഒരു മോട്ടിവേഷൻ എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ചോദിച്ചത്. അപ്പോ വേറെ ഉത്തരവൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയുണ്ടായി എന്ന് മാഷ് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും സന്തോഷിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഒന്നും കൂടുതൽ നേടുന്നതിലല്ല, മറ്റുള്ളവരെ കൂടുതൽ കാണാനും കേൾക്കാനും പഠിക്കുന്നതിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ഓരോ മനുഷ്യനും ഓരോ കഥയാണ്. അത് കഥകളിൽ ചിലത് പുഞ്ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കണ്ണീരായിരിക്കാം. സിലബസ് തീർക്കാനുള്ള തിരക്കിനിടയിൽ ചില കുട്ടികളുടെ കണ്ണുകളിൽ നിശബ്ദത കേൾക്കാൻ തുടങ്ങിയാല്
അല്ലെങ്കിൽ അഹങ്കാരികളെന്ന് നമ്മൾ വിധി എഴുതിയ ചിലരുടെ വീട്ടിലെ വേദനകൾ നമ്മൾ അറിയാൻ തുടങ്ങിയാല് നമ്മൾ നഷ്ടപ്പെട്ടുവെന്ന് വേദനിക്കുന്ന പലരും പലതും യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള മനസ്സിലാക്കൽ തന്നെയാണ് സന്തോഷത്തിലേക്കുള്ള നമ്മുടെ ഒരു വഴി. ആ മനസ്സിലാക്കലിലൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന മനസ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്നത്. അത്തരത്തിൽ ഒരാളെയെങ്കിലും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അതാവും നമ്മുടെ ജീവിതത്തിലെ ഒരു വിജയം. സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അതിങ്ങനെ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു വികാരമായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എന്റെ അഭിപ്രായത്തില് അല്ലെങ്കിൽ ഞാൻ കണ്ടു വന്നിട്ടുള്ളത് അങ്ങനെയല്ല കേട്ടോ. അതൊരു കാഴ്ചപ്പാടാണ്. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ വിജയങ്ങളുമായി താരതമ്യം ചെയ്യുന്ന കണ്ണുകൾക്ക് ഒരിക്കലും സന്തോഷം കാണാൻ പറ്റില്ല. അത് ചെയ്യാതെ എന്നാൽ മറ്റുള്ളവരുടെ പോരാട്ടങ്ങളിലൂടെ ജീവിതത്തെ വായിക്കുന്ന കണ്ണുകൾക്ക് ഓരോ ദിവസവും അവരുടെ ദിവസം അല്ലെങ്കിൽ അവരുടെ ജീവിതം അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. കാരണം അതൊരു താരതമ്യ പഠനമല്ല, സത്യത്തെ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു കഴിവാണ്. ചില ദിവസങ്ങള് നമ്മളെ കരയിപ്പിക്കാറുണ്ട് അല്ലേ? ചില ദിവസങ്ങളോ നമ്മൾ നന്നായിട്ട് ചിരിപ്പിക്കും. ഒത്തിരി ചിരിക്കും നമ്മളന്ന്. പക്ഷെ ഈ കരഞ്ഞാലും ചിരിച്ചാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മനുഷ്യരാകുന്നുണ്ട്. ഓരോ പാഠങ്ങളും നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ട്. അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഈ കരച്ചിലും ചിരിയിലും ഒക്കെയുള്ള മനഃശാസ്ത്രം. ശരിക്കും സന്തോഷിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അറിയില്ല അല്ലെ? നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ട്. അത് നമ്മുടെ തേടിയെടുക്കുക. പറയൂ. നമ്മുടെ ചിന്തകളിൽ കൂടി, നല്ല ചിന്തകളിൽ കൂടി നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താം. അതെ, നല്ല ചിന്തകള്, നല്ല പെരുമാറ്റം, സമൂഹത്തിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ റീന മാം ആണല്ലേ ഞാൻ പേര് നോക്കുന്നു. ഓക്കെ. അപ്പോ അത്തരത്തിലൂടെയൊക്കെ നമുക്കിത് കണ്ടെത്താൻ പറ്റും. ശരിക്കും സന്തോഷിക്കണമെങ്കിൽ ഓരോ ദിവസവും ഒരു മനുഷ്യന്റെയെങ്കിലും കഥ കേൾക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന നമ്മുടെ സാധാരണ കാര്യങ്ങളായിരുന്നുവെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ നിസ്സാരമായിട്ട് കള്ളിക്കളയുന്ന പലതും മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത സൗഭാഗ്യങ്ങളായിട്ട് മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ചെറിയ സംഭവങ്ങളുടെ വില മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മൂല്യം മനസ്സിലാക്കുന്നത്. എന്റെ സെഷന്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തിരുന്നത് നിശബ്ദതയുടെ ശബ്ദം, സന്തോഷം തേടിയുള്ള ഒരു യാത്ര എന്നായിരുന്നു. അത്തരത്തിലൊരു യാത്രയിലേക്ക് നമുക്കിറങ്ങാം അല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ മാം. നിങ്ങള് ഓക്കെ, ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളില് നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ച ഒരേ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സംഭവം ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാമോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിരിച്ചിട്ടില്ല. ആ, അതാണ്. ഒരു സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ട്, പക്ഷെ ഏതൊന്നും ഓർമ്മയില്ല. അറിയാതെ ചിരിച്ചു പോയി ആ സീൻ കണ്ട്. ഞാൻ എന്നാ പറയാം, ഞാൻ ഇന്നലെ ചിരിച്ചത്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു അനിയത്തിക്കുട്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ അനിയത്തിക്കുട്ടിയായിട്ട് ഞാൻ ഇന്നലെ ഫോണില് വേറൊരു കോഴ്സിന്റെ ആവശ്യത്തിനായിട്ട് തന്നെയായിരുന്നു അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രീതിയിൽ എന്നെ കാണുകയായിരുന്നു, അല്ലെങ്കിൽ എന്റെ ആ ഒരു സന്തോഷത്തിന്റെ നന്മകളെ എല്ലാം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അപ്പോ ഇന്നലെ ഞാൻ സന്തോഷിച്ച കാര്യം അതാണ്. എൻ്റെ ഒരു പുതിയ അനിയത്തിക്കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഞാൻ എന്റേതായി അല്ലെങ്കിൽ അവളെ ഞാൻ എന്റേതായി ചേർത്ത ഒരു നിമിഷമുണ്ട്. അതാണ് എനിക്ക് സന്തോഷം തന്നത്. അപ്പോ നമ്മൾ പറഞ്ഞത് ഒരു പ്രാങ്ക് കോളിനെ കുറിച്ചായിരുന്നു അല്ലെ?
മോട്ടിവേഷൻ നൽകുന്ന ആളല്ലേ, എന്തേ നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത്? ഒരു പരിഹാസ ചോദ്യം. അത് ശരിക്കും പറഞ്ഞാല് വായിച്ചപ്പോ വേദനിച്ചു എന്ന് മാത്രമല്ല, വേദനിച്ചതിനേക്കാൾ കൂടുതൽ ചിന്തിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. സന്തോഷം എന്നതൊരു ലക്ഷ്യസ്ഥാനമാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല മാം. നമ്മൾ ഓടിച്ചെന്ന് അല്ലെങ്കിൽ നേടിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യസ്ഥാനമൊന്നുമല്ല സന്തോഷം എന്ന് പറയുന്നത്. അതൊരു യാത്രയാണ്. നമ്മളിപ്പോ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് റീൽസും ഒരുപാട് ഫോട്ടോസും ഒക്കെ കാണാറുണ്ട് അല്ലെ? എല്ലാവരും വളരെ ഹാപ്പി മുഖങ്ങളാണ്. ചിരിച്ചുകൊണ്ട് ടൂറ് പോകുന്നത്, അല്ലെങ്കിൽ പുതിയ കാറ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഒരു വിദേശ യാത്രയുടെ പിക്ചർ, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് വെക്കേഷൻ ഒക്കെ ആയിരുന്നു, അപ്പൊ ഒരുപാട് പിക്ചേഴ്സ് ഇതേപോലെ ഇങ്ങനെ കാണാറുണ്ട്. ശരിക്കും താരതമ്യം ചെയ്യാൻ ഒരു സ്കെയിലിന്റെ ഇത് ആവശ്യമുണ്ടോ? പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സ്കെയില് കൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ അത്തരത്തിൽ അളക്കാൻ ശ്രമിക്കുന്നത്. ഒരു അസ്വസ്ഥത കൊണ്ട് അല്ലെ? മറ്റുള്ളവരുടെ ഒരു ചിരിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രിപ്പിന്റെ ഫോട്ടോ കണ്ടാൽ എല്ലാവരും എന്നല്ലട്ട പറയുന്നത്, ഈ ഭൂരിഭാഗം പേർക്കും തോന്നുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോ ആ അസ്വസ്ഥത കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റൊരാളുടെ ഹൈലൈറ്റ് റീല് നമ്മുടെ ദി ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ചിട്ടാണ്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ താരതമ്യം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകള് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ മൊമെന്റുകളുമായിട്ടാണ് നമ്മൾ പലപ്പോഴും താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെ? ആ ഒരു അസ്വസ്ഥത, അത് ശരിക്കും ഒരു അസൂയയാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മള് ഈ ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന മറ്റൊരാളുടെ സന്തോഷത്തിന്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാറ് വാങ്ങിച്ചതൊക്കെയുള്ള പടം, ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അസ്വസ്ഥത, ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ഈ അസ്വസ്ഥതയെ അസൂയ എന്ന് പറയാമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറയാമോ റഷീദ മാം? മൈക്ക് മ്യൂട്ട് ചെയ്ത പോലെ തോന്നി. ചിലപ്പോ പറയാം അസൂയായിട്ട്. അസൂയ പിന്നെ എന്താ പറയാ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അസംതൃപ്തി അല്ലെ, ഒരു തൃപ്തിയില്ലായ്മ, അത് മറ്റുള്ളവരിൽ കാണുന്നു എന്നതും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്കും അത് ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കും. നമുക്കും അത് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചുരിദാറിന്റെ പരസ്യമായാലും ഒരു ടോപ്പിന്റെ ആയാലും നമുക്കത് കിട്ടിയ കൊള്ളായിരുന്നു, അത് ഇട്ടാ നന്നായിരിക്കുമോ എന്നൊരു തോന്നല് വരും. അതൊരു സ്ഥിരമായ ഹാപ്പിനെസിന്റെ അല്ല. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം മറ്റുള്ളവരെ നേടിയെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകണമെന്ന് വിചാരിച്ച ഒരിടത്ത് വേറൊരാൾ പോയി നിൽക്കുമ്പോഴും തോന്നും ചെറിയൊരു അസ്വസ്ഥത അല്ലെ? അത് ശരിക്കും അസൂയ എന്നൊന്നും പറയാനില്ല കേട്ടോ, അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു രീതിയുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മനസ്സിന്റെ ചിന്താഗതി, നമ്മുടെ കാഴ്ചപ്പാട് അത് തന്നെ, അതിനനുസരിച്ചിരിക്കും ഒരു പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഇപ്പൊ വേറൊരാള് പിന്നെ ബെൻസ് കാറിനകത്ത് പോകുന്നു, അല്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയൊരു മുന്തിയ കാറിനകത്ത് പോകുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും തോന്നാറില്ല. അത് പക്ഷെ അത് വേറൊരാൾക്ക് അവൻ വലിയ വണ്ടിക്കകത്ത് പോകുന്നു. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെടുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ വേറൊരിടത്ത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ചിലപ്പോ ഓരോരോ വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തർക്ക് ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവുക. അതിനനുസരിച്ച് എനിക്കത് നേടാൻ കഴിഞ്ഞില്ല. എനിക്കൊരു കോള് വന്നു, ഇടയ്ക്കൊരു കോള് വന്നു. അപ്പൊ അതിനനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് ശരിക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും അത് മനുഷ്യന് ഒത്തിരി വേരിയബിൾ ആണ്. ഓരോ മനുഷ്യരും അത്
ഇപ്പൊ ഈ കമ്പാരിസൺ എല്ലാത്തിനകത്തും വരുന്നുണ്ട്. ഈ കമ്പാരിസൺ ഒരിക്കലും രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ മനസ്സ് 100 രീതിയിലാണ്. അതുകൊണ്ട് മനസ്സിലായി. ഞാൻ ശരിക്കും ഈ സൈക്കോളജി പഠിച്ചതിന് ശേഷം ഞാനത് ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു 10 പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ 10 പേഷ്യന്റെങ്കിലും പണ്ടത്തെ അപ്രോച്ച് പോലെ അല്ല ഇപ്പോഴത്തെ അപ്രോച്ച്. അവരുടെ കുടുംബകാര്യങ്ങളോട് ചോദിക്കും, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഈ മെഡിസിനകത്ത് പറയുന്നുണ്ട് ഫാമിലി ഹിസ്റ്ററി ഇത് ഒക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട് അവരുടെ. പക്ഷെ അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പേഷ്യൻസിനെ നല്ലോണം ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇതിന്റെ പൊരുൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താങ്ക് യു മാഡം, താങ്ക് യു ഫോർ യുവർ സബ്ജക്ട്. ഓക്കെ. അപ്പോ ഇതിന് നമുക്ക് വിമ്പിളിനോട് ഒരു വലിയ താങ്ക്സ് പറയണം അല്ലേ? നമ്മളെയൊക്കെ ഈ രീതിയിൽ കൂട്ടി ഇണക്കി ഇവിടെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും വിമ്പിൾ ചെയ്യുന്ന ഭയങ്കര ഒരു സർവീസാണ്. ശരിക്കും വലിയൊരു സർവീസാണ്. എന്നുവെച്ചാല് ഈ വിമ്പിളില് ഞാൻ വിമ്പിളിൽ എത്തിയതെന്ന് പറയുന്നത് എനിക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് തുറന്നു കിട്ടിയത്. വലിയൊരു പ്ലാറ്റ്ഫോമാണ് തുറന്നു കിട്ടിയത്. അതിന് ഞാൻ വിമ്പിളിനെ എപ്പോഴും നന്ദിയോടെ ആണ് ഞാൻ കാണുന്നത്. ശരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പറയൂ. താങ്ക് യു മാഡം, യു കണ്ടിന്യൂ. ഓക്കെ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടില്ല എന്ന് വിചാരിച്ച പല മേഖലകളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വിമ്പിൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ എത്തിപ്പെട്ട ഒരാളാണ്. അപ്പോ അതിനാൽ ഞാനും വിമ്പിളിനോട് ഏത് നിമിഷവും അല്ലെങ്കിൽ എപ്പോഴും സർവേശ്വരനോടൊപ്പം നന്ദി പറയുന്നു. അപ്പോ നമ്മൾ സന്തോഷം തേടിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മളൊക്കെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു പോവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കൊരു കഥ കേട്ടാലോ? ഒരു നിശബ്ദനായ ഒരു കുട്ടി. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ സന്തോഷം തേടിയെടുക്കുമ്പോൾ നമ്മൾ കാണേണ്ട ചില കാഴ്ചകളാണ് കേട്ടോ ഈ കഥകളിലൂടെ ഞാൻ പറയുന്നത്. അപ്പോ ഇത് എൻ്റെ ഒരു ക്ലാസ് റൂം ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. അവന്റെ പേര് അർജുൻ, അങ്ങനെ വിളിക്കാം അവനെ. എല്ലാവരും കളിക്കുമ്പോഴും അർജുൻ മാത്രം ലാബ് ബെഞ്ചിന്റെ മൂലയിൽ ഇങ്ങനെ തല കുനിച്ചിരിക്കും. അധ്യാപകർ അവനെ വിളിക്കുന്നത് വിഷാദ രോഗി എന്നോ അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലാത്തവൻ എന്നൊക്കെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് അവനെ കരുതിയത് കേട്ടോ. ഒരു ദിവസം എല്ലാവരും ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോഴും അവൻ അവിടെ തന്നെയുണ്ട്. ഞാൻ അവന്റെ അടുത്തേക്ക് മെല്ലെ ചെന്നിട്ട് ചോദിച്ചു, എന്താ അർജുൻ, നിനക്ക് വീട്ടിൽ പോണ്ടേ? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം ഇങ്ങനെ എന്നെ നോക്കിയിരുന്നു. അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോ എനിക്കും അവിടെ എന്തോ വല്ലാത്തൊരു ശൂന്യതയാണ് തോന്നിയത്. ഞാൻ വീണ്ടും അവന്റെ അടുത്തേക്ക് ഇരുന്നു. ചോദിച്ചു, എന്ത് പറ്റി? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു, സാറേ, വീട്ടിൽ ചെന്ന ആരും മിണ്ടാനില്ല. അമ്മ ജോലി കഴിഞ്ഞ് വരാൻ വൈകും. അച്ഛൻ വീട്ടിലില്ല. ഒരു നിമിഷം ഞാന് എന്റെ കുട്ടിക്കാലത്തേക്കും എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളുമാണ് ഓർത്തത്. ഞാൻ എന്തേ ഇവനെ ശ്രദ്ധിച്ചില്ല? എന്റെ സൗഭാഗ്യങ്ങൾക്കുമിടയിൽ ഞാൻ മറന്നുപോയോ? എന്റെ മനുഷ്യത്വത്തെ ഞാൻ മൂടി വെച്ചോ? ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. നമ്മള് സിലബസ് തീർക്കാനുള്ള ഓട്ടത്തിനിടയില് എന്തുകൊണ്ട് ഇവനെ ശ്രദ്ധിച്ചില്ല? ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അവൻ എന്റെ തന്നെ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയല്ലേ? ശരിക്കും എന്താണ് നീ ശ്രദ്ധിക്കാത്തത്, നീ പഠിക്കാത്തത് എന്നൊക്കെ നമ്മൾ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ അവന്റെ ഉള്ളില് വലിയൊരു തറവട ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. അവന്റെ കണ്ണിലെ ആ നിശബ്ദത ശരിക്കും വല്ലാത്തൊരു നിലവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവന് വേണ്ടത് ഒരു പാഠമല്ല, ഒരാളുടെ സാമീപ്യമായിരുന്നു. അത് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതുമായിരുന്നു. എന്നിട്ടും ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. ആ കുട്ടിയെ വെറും ഒരു വിദ്യാർത്ഥിയായി മാത്രം കണ്ടപ്പോൾ അവനിലെ മനുഷ്യനെ കാണാൻ ഞാൻ മറന്നുപോയി. ഇത്തരത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് ചേർത്ത് പിടിച്ചാല് നമുക്ക് നമ്മുടെ സന്തോഷത്തിന്റെ ഒരു വാതിൽ അവിടെ തുറക്കാം. അവന് കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലും റിഫ്ലക്റ്റ് ചെയ്യും. നമുക്കും അത് മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ പകർന്നു കൊടുക്കുന്ന സന്തോഷം തീർച്ചയായിട്ടും നമുക്കും തിരിച്ചു കിട്ടും. നിങ്ങളൊക്കെ എല്ലാവരും ഓഫീസിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒരുപാട് സഞ്ചരിക്കുന്നവരും യാത്ര ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അല്ലെ? അതുപോലെ ഞാൻ ഇനി ഒരു കഥയല്ല, ഒരു സംഭവം കൂടെ പറയാം. നിങ്ങളുടെ ഓഫീസിലൊക്കെ പലരെയും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പൊ അഹങ്കാരി എന്നോ അല്ലെങ്കിൽ അന്തർമുഖനെന്നോ എന്നൊക്കെ മുദ്ര കുത്തുന്ന ഒരാള് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്തരത്തിലെ ആളുകളെ? അല്ലെങ്കിൽ അത്തരത്തിലെ ആളുകൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ അങ്ങനെയാണ്, അവൻ മിണ്ടാറൊന്നുമില്ല, അവന് ഭയങ്കര അഹങ്കാരാണ്, അല്ലെങ്കിൽ എന്താ അവന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ, ആരെയും വകവയ്ക്കില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന, നമ്മുടെ അടുത്ത് അധികം സംസാരിക്കാത്ത ഒരു സഹപ്രവർത്തകൻ, ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടാവും. നമ്മൾ അയാളെ അഹങ്കാരി എന്നൊക്കെ വിളിക്കും. പക്ഷെ എപ്പോഴെങ്കിലും അയാളിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയിട്ടുണ്ടോ? അയാളുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ടോ? ചിലപ്പോ അയാളുടെ വീട്ടില് നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനെ ആയിരിക്കും. രോഗിയായ അമ്മയോ, വീട്ടിനകത്ത് അതിനേക്കാളധികം പ്രാരാബ്ധങ്ങൾ ഉള്ള ഒരാളൊക്കെ ആയിരിക്കും. അപ്പോ ഞാൻ ഈ സഹപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവന്റെ അമ്മ രോഗിയാണ്. അപ്പുറത്തെ റൂമിൽ തളർന്നു കിടക്കുന്ന വേറൊരാളുണ്ട്. വീട് നിറയെ മരുന്നിന്റെ മണമാണ്. മരുന്ന് കുപ്പികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒളിപ്പിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അയാള് ഈ ഓഫീസിൽ കാണിക്കുന്ന അഹങ്കാരത്തിന്റെ മുഖംമൂടി അവന്റെ വീട്ടിലെ വലിയ ഉത്തരവാദിത്വത്തെ ഒളിച്ചു വെക്കാനുള്ള ഒരു കവചമായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓരോ ദിവസവും അയാളിനോട് തന്നെയുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിൽ അല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിനിടയിലാണ് നമ്മൾ അയാളെ അഹങ്കാരി എന്നും ആറ്റിറ്റ്യൂഡ് ഉള്ളവനെന്നും അന്തർമുഖനും എന്നൊക്കെ മുദ്ര കുത്തിയത്. അയാൾ അനുഭവിച്ച വേദനകളൊന്നും നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പോയിട്ടില്ല. അയാളുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്ന വലിയ പോരാട്ടത്തെയും നമ്മൾ കണ്ടില്ല. നമുക്കതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. നമ്മളുടെ യാത്രയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ ദിവസം മുതൽ ആ സഹപ്രവർത്തകന്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. അവന് എന്താണ് ആവശ്യമെന്ന് അറിയുന്നതിനേക്കാൾ അപ്പുറം അവനെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പതിയെ പതിയെ അവന്റെ മുഖത്തും എന്നെ കാണുമ്പോഴുള്ളൊരു സന്തോഷത്തിന്റെ പുഞ്ചിരി വിരിയാൻ തുടങ്ങി. അത് എനിക്ക് നൽകിയ സന്തോഷം വളരെ വലുതാണ്. അവന്റെ മാറ്റങ്ങള് അവിടെ നിന്ന് തുടങ്ങുന്നതും ഞാൻ ശ്രദ്ധിച്ചു. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നതിനോടൊപ്പം എന്റെ മനസ്സിലെ സന്തോഷത്തിന്റെ പെട്ടിയിലേക്ക് ഒരു നാണയം കൂടെ ഞാൻ ചേർത്ത് വെച്ചു. ശരിക്കും ഈ കഥകളൊക്കെ പറയുന്നത്, കഥകളിലൂടെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അല്ലെ? കഥകൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. കഥകൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോവില്ല. ശരിക്കും നമ്മുടെ ചിന്തകളെ ഉദ്യോഗിപ്പിക്കാനായിട്ട് ഇത്തരം കഥകൾക്ക് കഴിയാറുണ്ട്. അപ്പോ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു താക്കോല് കൂടെ അല്ലെങ്കിൽ ഒരു വാതില് കൂടെ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 പോയിന്റ് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ഒരാളെയും വിധിക്കാതിരിക്കുക. നമ്മൾ കാണുന്നതല്ല മനുഷ്യന്റെ പൂർണ്ണരൂപം. ഓരോരുത്തർക്കും നമ്മൾ അറിയാത്തൊരു ലോകമുണ്ട്. അതുകൊണ്ട് കാണുന്ന മാത്രയിൽ തന്നെ അല്ലെങ്കിൽ ഒരാളുടെ ബാഹ്യ രൂപത്തിൽ കണ്ടിട്ട് നമ്മൾ ഒരാളെ വിധിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ തിരക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു മറയാണ്. സിലബസ് തീർക്കാനും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും ഓടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സഹജീവികളോടുള്ള ഒരു കരുതലാണ്. ആ കരുതല് അതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിക്കൊണ്ടുവരാൻ പറ്റും. സിമ്പതി അല്ല, എമ്പതി. അതാണ് നമുക്ക് വേണ്ടത്. തിരക്ക് ഒരു മറയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം എന്നാൽ ഒരു കണക്ഷനാണ്. മറ്റുള്ളവരുടെ കഥകളിലേക്ക് ഒന്ന് കാതോർക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, അത് വലിയ ദുരന്തങ്ങളല്ലാത്ത പക്ഷം എത്ര നിസ്സാരമെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും.
ഇനി ഞാനൊരു കാര്യം പറയാം. ഇന്ന് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ പഠിക്കുന്നവരിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ സഹപ്രവർത്തകൻ, അല്ലെങ്കിൽ അയൽവാസി, ആരായിക്കോട്ടെ, ആരെയാണ് നിങ്ങൾ ഇതുവരെ അഹങ്കാരി, മടിയൻ എന്നൊക്കെ വിധിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്? അവരുടെ നിശബ്ദതയ്ക്ക് പിന്നില് എന്ത് കഥയായിരിക്കും ഉള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അവരെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു ആത്മപരിശോധന. ഞാൻ ആരെയാണ് ഇത്രയും നാളും വിധിച്ച് മാറ്റി നിർത്തിയത്? അവനെ എനിക്ക് എന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക. നിശബ്ദനായ കുട്ടിയുടെ കഥ നമ്മൾ പറഞ്ഞു. നമ്മുടെ വീട്ടിലെ അഹങ്കാരി എന്ന് വിളിക്കുന്ന ഒരു സഹപ്രവർത്തകന്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടു. സിലബസ് തീർക്കാൻ നമ്മൾ ഓടുന്ന ഓട്ടത്തിനിടയിൽ, തിരക്കുകൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ മനുഷ്യരാണവർ. സന്തോഷം ഒരിക്കലും പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ മറ്റുള്ളവരുടെ വേദനകളെ നമ്മൾ കാണാൻ പഠിക്കണം. മറ്റുള്ളവരുടെ പോരാട്ടം കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് നമ്മൾ തിരിച്ചറിയും. സഹാനുഭൂതി അവിടെയാണ് നമുക്ക് വേണ്ടത്. എമ്പതി. സന്തോഷത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ എമ്പതി. ഈ കരച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. സ്വയം അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആ ഫോൺ വിളിച്ചയാൾ ചോദിച്ചതിനേക്കാളും വലിയൊരു ചോദ്യം ആണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. ജീവിതത്തിൽ എന്തുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തത് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനെ കൊണ്ടാണ്. ഉള്ളതിനെ എങ്ങനെ ആഘോഷിക്കാം എന്നൊരു ചോദ്യം സ്വയം മുന്നോട്ട് വയ്ക്കുക. ഇനി ഞാനൊരു ടാസ്ക് അല്ല, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചോദിച്ചു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന സന്തോഷം എന്താണെന്ന്. അതുപോലെ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന്. ഇത് നിങ്ങൾക്ക് ഇന്ന് മുഴുവൻ ആലോചിക്കാം. നിങ്ങളുടെ ഇന്നത്തെ ചിന്തയിൽ കൊണ്ട് നടക്കാം. ഓരോ മറന്നുപോയ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ചിലപ്പോ 1, 2 അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ടാവും. നമ്മൾ നോട്ടീസ് ചെയ്യാതെ മാറ്റി നിർത്തിയ നമ്മുടെ അനുഗ്രഹങ്ങൾ. അതിനെയൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത് സർവേശ്വരനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഈ സന്തോഷം എന്ന് പറയുന്നത് ഈ മോട്ടിവേഷണൽ വീഡിയോകളിൽ നിന്നൊക്കെ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു എന്താ പറയുക, ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പെയിൻ റിലീഫ് പോലെ ചിലപ്പോൾ നമ്മൾ അതിനൊപ്പം ഒന്ന് ചാടി ഓടി എത്തിയിരിക്കാം, അല്ലെ? പക്ഷെ അത് പെട്ടെന്ന് ചിലപ്പോൾ തീർന്നു പോകും. അത് നമുക്ക് കിട്ടാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ സ്വയം മോട്ടിവേഷൻ ആകാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യന്റെയെങ്കിലും കഥ കേൾക്കുക. ഒരു സഹായം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ കണ്ണിലെ വേദനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ലഭിക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അത് ഒരിക്കലല്ല, ദിവസവും ഒന്നെങ്കിലും സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുക. നാളെ മുതൽ നിങ്ങളുടെ സിലബസ് തീർക്കുന്നതിനിടയിൽ ആരുടെയെങ്കിലും കണ്ണിലെ നിശബ്ദത കേൾക്കാൻ സമയം കണ്ടെത്തുക. അപ്പോൾ കാണാം നിങ്ങൾ തിരഞ്ഞ സന്തോഷം നിങ്ങളെ തേടി വരുന്നത്. ഇന്നു മുതൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരുടെ നിശബ്ദതയുടെ ശബ്ദത്തിന് നിശബ്ദതയുടെ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നോടൊപ്പം സമയം ചെലവഴിച്ച, എന്റെ വാക്കുകൾ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു മാഡം, താങ്ക് യു. ശരിക്കും ഞാന് എൻ്റെ പേഷ്യൻസിനെ മരുന്ന് മുടക്കുമ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിന് വഴക്ക് പറയുമായിരുന്നു. മരുന്ന് മുടക്കിയിട്ട് വരുമ്പോൾ സിവിയറായിട്ട് വഴക്ക് പറയും. അപ്പോഴ ഒരു ദിവസം ഒരു അമ്മ
ഒരു 10-60 വയസ്സ് കാണും. എന്നുവെച്ചാൽ ഞാൻ അന്ന് ESIയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ പ്രഷറിന്റെ ഗുളികയും മുടക്കിയിട്ട് വന്നേക്കാം. വഴക്ക് പറഞ്ഞു. ഇപ്പം പിന്നെ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് പൈസ ഇത് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുമല്ലോ, പിന്നെന്താണ് നിങ്ങൾ ഈ മരുന്ന് മുടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ആ അമ്മ ഒരു കാര്യം പറഞ്ഞു. ഈ റീഇംബേഴ്സ്മെന്റ് കിട്ടും, പക്ഷേ ഇത് വാങ്ങിക്കാൻ പൈസ വേണ്ടേ? ആ ചോദ്യത്തിന്റെ മുന്നില് ശരിക്കും ഞാൻ തോറ്റുപോയി. അപ്പോഴ് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാറില്ല. അതിനുശേഷമാണ് ഞാൻ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ മരുന്ന് മുടക്കുന്നതിന്റെ പേരിൽ ഞാൻ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ESIയിൽ അവിടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് അവിടെ ഒരു ബോക്സിനകത്ത് ഇട്ടേക്കുമായിരുന്നു, ഇങ്ങനെ പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ പലർക്കും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ട് പറയാണ്. ഇത് ആരോടും ഈവൻ പെൻഷൻ ആയതിനു ശേഷവും കയ്യിൽ നിന്ന് നല്ലൊരു തുക ഈ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഓരോരുത്തരുടെ സന്തോഷം അവരവരാ കണ്ടെത്തുന്നത്. നമ്മുടെ എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്യുക. മാഡം പറഞ്ഞത് ശരിയാണ്. ആരെയും വിധിക്കാതിരിക്കുക. അതുപോലെ ഈ തിരക്കെന്ന് പറയുന്നത് ഭയങ്കര ഒരു മറയാണ്. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ വീടുകളിൽ, എൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഞാനും ഭാര്യയും കൂടെ പോകുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. പക്ഷെ അവരാരും ഇങ്ങോട്ട് വരാറില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ അവര് ഈ പല പ്രാവശ്യം ചെന്ന് കഴിയുമ്പോൾ അവര് ഇങ്ങനെ അവരുടെ തിരക്കിനെ കുറിച്ച് പറയും. പക്ഷെ തിരക്കെന്ന് പറയുന്നത് മാഡം പറഞ്ഞ പോലെ തിരക്കൊരു മറ തന്നെയാണ്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. തീർച്ചയായിട്ടും എത്ര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് 4 തൊട്ട് 7 വരെ ഉള്ളൂ. വൈകിട്ട് 4 തൊട്ട് 7 വരെ ഉള്ളൂ. രാവിലെ മോനെ പിന്നെ പേരക്കുട്ടിയെ ഒരുക്കി കൊണ്ടുവിടണം. പിന്നെ ഉച്ചയ്ക്ക് അവനെ വിളിച്ചോണ്ട് വരണം. 3 മണിയാകുമ്പോൾ അവനെ വിളിച്ചോണ്ട് വരണം. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ ഒരു പേഷ്യന്റിനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലാതെ വേറൊരു ആശുപത്രിയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. വേറൊരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറയാം. എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കും. ഒരു ഡോക്ടർ പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് കോൾസ് വരും. അപ്പം അതിനൊക്കെ മറുപടി കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ വേണ്ട എന്താണ് എന്നുള്ളത് ചെയ്ത് കൊടുത്ത് പിന്നെ നല്ല തിരക്കാണ്. പിന്നെ ഇടയ്ക്ക് പിന്നെ വീട്ടിൽ ഞാൻ പേഷ്യന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ചില പേഷ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഈ പർച്ചേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാനാ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും തിരക്കാണ്. പക്ഷെ ആ തിരക്കിലും ഞാൻ പോകേണ്ടിടത്തൊക്കെ പോകുന്നുണ്ട്. ശരിക്കും അപ്പൊ സാറൊരു എന്താ പറയാ സന്തോഷത്തിന്റെ വലിയൊരു കൂമ്പാരം കൂടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എനിക്ക് എന്റെ പേഷ്യന്റ് ആണ് എന്റെ സന്തോഷം. അപ്പൊ അത്തരത്തില് അത് സാറിന്റെ അനുഭവങ്ങളിലൂടെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, ഏതിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് നമ്മൾ മനസ്സ് തുറന്ന് ചെയ്യുക. മാഡം പറഞ്ഞതുപോലെ പിന്നെ വിധിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക. നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുക.
തീർച്ചയായിട്ടും അത്ര മാത്രം മതി. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ വിരലനക്കമായിരിക്കാം, ചെറിയ അത്ര ചെറിയ മതി. ചെറിയ കാര്യങ്ങൾ മതി. ഒരു വാക്ക്, സന്തോഷമായിട്ടൊരു വാക്ക്, അതേ സാരമില്ല, അത് നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ ഈവൻ ചിലപ്പോ ഒരു ആത്മഹത്യ വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേഷ്യൻസിന് എല്ലാം എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ റിവ്യൂ 5-ാമത്തെ ദിവസം റിവ്യൂ പറയും. പക്ഷെ അതിനു മുമ്പ് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സമയത്തിന്. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സബ്ജക്ട്. താങ്ക് യു ഞാൻ സർ. പിന്നെ സാറിന്റെ ഒരു അനുഭവം യാത്രയിലാണ്. കണ്ടു, കാറിലാന്ന് മനസ്സിലായി. യാത്രയിലാണ്. സാറിന്റെ അനുഭവം യാത്രയില് മറ്റുള്ളവർക്ക് വെളിച്ചാവട്ടെ. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. ഹലോ മാം. ആർക്കൊന്നും പറയാനില്ലേ? കാരണം ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. പറയൂ. നിശബ്ദതയുടെ ശബ്ദം സന്തോഷത്തിലേക്ക് ഒരു വഴി. നല്ല ഒരു സന്തോഷത്തോടു കൂടി തന്നെ മാം അത് പ്രസന്റ് ചെയ്ത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ നമ്മള് സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ അവസാനം വരെ ഓർക്കത്തക്ക ഹാപ്പിനെസ് ആണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇപ്പൊ പേഷ്യൻസിൽ കൂടി അത് അവരിലേക്ക് ഒരു എമ്പതി കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ കൂടി സാറിന് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ ആ എമ്പതി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഹാപ്പിനെസ് സ്ഥിരമായിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റത് ഇപ്പൊ ഒരു പരസ്യം കണ്ട് നമ്മളൊരു കാർ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രങ്ങളൊക്കെ മേടിക്കുകയോ ഒക്കെ ചെയ്താൽ അതങ്ങ് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. പ്രൊലോങ് ആയിട്ട് ആ ഒരു ഹാപ്പിനെസ് നിൽക്കുന്നില്ല, അതിനൊരു സ്ഥിരതയില്ല. അതേസമയത്ത് ഇതേപോലെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്കും ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു സെഷൻ ആയിരുന്നു മാം ഇന്നെടുത്തത്. ആ സ്റ്റോറിയിൽ കൂടി അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് നിറഞ്ഞ് നിൽക്കും എപ്പോഴും. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് റാണി മാം. ഗുഡ് മോർണിംഗ് റോസ് സാർ, പറയൂ. അവസാനം കേട്ടുള്ളൂ, ഞാൻ ഉറങ്ങിപ്പോയി. നന്നായിരിക്കും അറിയാം. മാമിന്റെ സ്വതസിദ്ധമായ ശൈലിയില് ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാവുമ്പോൾ നമ്മുടെ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. നന്നായിട്ട് തന്നെ മാം പ്രസന്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. രാജേന്ദ്രൻ സാറ് പറഞ്ഞതിനെ പറ്റി ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം സാർ എടുത്തൊരു സെഷനിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ സാർ അത് പറഞ്ഞ മറുപടി എനിക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് സാർ എന്നെ വിളിച്ചിരുന്നു പിറ്റേ ദിവസം. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ഞങ്ങള് സംസാരിച്ചു. വളരെ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പം. അതൊക്കെ തന്നെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷം തോന്നും. നമ്മളൊരാൾ കൺസിഡർ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ആ തീർച്ചയായിട്ടും ഒരു സന്തോഷം നമുക്ക് മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചെലവൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യാറില്ല, അതാണ് സത്യം. അതെ, പലപ്പോഴും മറന്നു പോകാറുണ്ട്. ചെയ്യാൻ ശ്രമിക്കുക. ഓർമ്മിപ്പിച്ചതിന് വീണ്ടും നന്ദി. താങ്ക് യു മാം. താങ്ക് യു റുസ. താങ്ക് യു സോ മച്ച് റാണി മാം. നല്ല ടോപ്പിക്ക്, നല്ല പ്രസന്റേഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മാമിന്റെ ക്ലാസ് വെയിറ്റ് ചെയ്യായിരുന്നു, ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ അതുപോലെ അതെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലല്ല ശരിക്കുള്ള ഹാപ്പിനെസ്, റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഞാൻ കഴിഞ്ഞ ബുക്കിലത്തെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിലത്തെ ഒരു ക്വാട്ട് ഇത് വായിച്ചത് ഞാൻ പറയാം. അതെ. അപ്പൊ അതിലിങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ട്, ആർക്കെങ്കിലും ഒക്കെ ഒരു തണൽ മരമാകുക എന്നതാണ് ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് തോന്നുന്നു. ജീവിതം കൊടുത്ത ചൂടുകൊണ്ട് പൊള്ളിപ്പോയ മനസ്സുകൾക്ക് ഒരൽപ്പം കുളിര് നൽകുന്ന തണലായി എളുപ്പത്തിൽ ഓടിക്കയറാവുന്ന
മരത്തിന്റെ പച്ചയാവുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വായിച്ചപ്പോ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എന്താ ശരിക്കുള്ള റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലൊക്കെ ഒരു തണൽ മരമാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കും ഹാപ്പിനെസ് കിട്ടുന്നത്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. ശരിക്കും ഭയങ്കര ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. താങ്ക് യു സോ മച്ച്. ഒരു സൂര്യനൊന്നും ആകാനായിട്ട് എല്ലാവർക്കും പറ്റില്ല, പക്ഷെ ഒരു ചെറിയ വെളിച്ചമാകാൻ എല്ലാവർക്കും പറ്റും അല്ലെ? ഒരു കൈത്തിരി അതെ. തെളിച്ചു കൊടുക്കാൻ കഴിഞ്ഞാല് ജീവിതകാലത്തിൽ എന്നും അവന്റെ ഉള്ളിൽ ആ തിരി തെളിഞ്ഞു നിന്നാല് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അത്രത്തോളം വലുത് വേറെ ഒന്നും ഉണ്ടാവില്ല. മാമിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാനും ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. താങ്ക് യു. ദൈവത്തിന്റെ ചാരന്മാർ അല്ലെ? ദൈവത്തിന്റെ ചാരന്മാരാണല്ലേ അതെ അതെ ഇപ്പം പറഞ്ഞത്? അന്നെടുത്ത സെഷന് വേറെ ബുക്ക് അല്ലായിരുന്നോ? അത് നമ്മുടെ ഉള്ളിലെ ആരും കാണാത്ത അതെ അതെ യുദ്ധങ്ങൾ. അതെ 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 ആ ബുക്ക് ദൈവത്തിന്റെ ചാരന്മാരെ നേരത്തെ വായിച്ചിട്ടുള്ളതാ. ശരിക്കും സംസാര ഭാഷയാണ് പുള്ളി ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ ക്യാച്ച് എടുക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലേക്ക്. റൌഫ് സാർ പറയുന്നത് ഏത് ബുക്കാ വായിച്ചോണ്ടിരിക്കണ്ടെന്ന് പറയുന്നത്? ആരും കാണാത്ത യുദ്ധങ്ങൾ. ജോസന്നൻകുട്ടി ജോസഫിന്റെ തന്നെയാണ്. മാം, അന്ന് ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നുള്ളത് ഞാൻ അന്ന് പിന്നെ കേറിയില്ലായിരുന്നു. ഞാൻ കേറി, പക്ഷെ മാഡത്തിന് സെഷൻസിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ശരിയാ സർ, അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാനകത്ത് ഇന്റർഫിയർ ചെയ്തില്ല. പക്ഷെ അത് ഒരു വലിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും പറയാത്ത കാര്യം, എന്നാൽ നിത്യജീവിതത്തില് ഉള്ള കാര്യം, സംഭവിക്കുന്നത്. അതെ, നിത്യജീവിതത്തിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അത് ശരിക്കും വിംബിളിന്റെ ഓരോ ക്ലാസ്സും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾക്കറിയാം നമ്മളെ ദിവസവും എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതാണ് വിംബിൾ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസ്. ഓരോ ക്ലാസ്സും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇപ്പൊ തന്നെ ശരിക്കും റാവു സാറിന് ഞാൻ അന്ന് വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തത് സാറിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ എടുത്തൊരു സെഷനില് നമുക്ക് പിന്നെ റാവു സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുത്ത്. അത് ശരിക്കും അങ്ങനെ അത് ശരിക്കും എൻ്റെ ഒരു സൈക്കോളജി പിന്നെ പഠിച്ചതിനകത്തുനിന്ന് വന്ന ഒരു മാറ്റമാണത്. എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ പേഷ്യൻസിനൊക്കെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? പല ആശുപത്രികളിലല്ല, മിക്ക ആശുപത്രികളിലും മിക്ക ഡോക്ടർമാരും യഥാർത്ഥ കാര്യങ്ങൾ പറയാതെ യഥാർത്ഥ കാര്യങ്ങൾ അവർക്ക് ഫീലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കുക. അത് ഇന്ന് വളരെ അപൂർവം എന്ന് വെച്ചാൽ അപൂർവത്തിൽ അപൂർവമാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പഴയ തലമുറയിലുള്ള ഡോക്ടർമാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. ഇപ്പോഴത്തെ ഡോക്ടർമാർ അത് ചെയ്യാറില്ല. അപ്പൊ അത് ശരിക്കും പോയാൽ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഈ ആശുപത്രികളിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നതിൻ്റെയൊക്കെ കാരണം. അതാണ് ആ കാരണത്തിലാണ് ശരിക്കും ചികിത്സ വേണ്ടത്. പ്രകൃതി അസുഖം അങ്ങനെ കുറയ്ക്കിട്ടല്ലേ? അല്ല, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോ പിന്നെ ആ പേഷ്യന്റിന്റെ കുറെ അസുഖം അങ്ങനെ കുറയും. അതെ, തീർച്ചയായിട്ടും മാറിക്കിട്ടും. ഇപ്പോഴാളുകളും അങ്ങനെ ഒരു സംശയ നിവാരണത്തിന് നിൽക്കാതെ നേരെ ഗൂഗിളോ അല്ലെങ്കിൽ ചാറ്റ് GPT അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആശ്രയിക്കുന്നത് കൊണ്ടും കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മാഡം, അത് ഭയങ്കര ഈ സംശയത്തിന് ഗൂഗിളിന് യൂട്യൂബിന് സമീപിക്കുന്ന അത് ഭയങ്കര തെറ്റാണ്. അതെ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഗതി
ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ തുറന്നു നോക്കരുത്. ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയണം. പല പേഷ്യൻസും ഗൂഗിൾ നോക്കിയിട്ട് വരും, നോക്കിയിട്ട് നമ്മളുടെ വരും, എന്നിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയും. അപ്പൊ നമുക്ക് അതിന് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ അറിയാത്തവര് അത് നോക്കരുത്. ഇപ്പൊ നമ്മൾ പാരസെറ്റമോൾ എടുക്കുന്നു. പാരസെറ്റമോളിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അതൊക്കെ ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. പാരസെറ്റമോളിന്റെ സൈഡ് എഫക്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാൻ മടിക്കും. പക്ഷെ അതൊക്കെ ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഇപ്പൊ ആളുകൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് ഒരു കൺസേൺ അതിനകത്ത് കൊടുക്കാറില്ല. ശരിക്കും ഭയങ്കര തെറ്റാണ്. എന്ന് വെച്ചാല് എന്തെല്ലാം അബദ്ധങ്ങളാണ് യൂട്യൂബിൽ വരുന്നതെന്നറിയാവോ? എന്തെല്ലാം അബദ്ധങ്ങള്. അതുകൊണ്ട് ഈ ശരിക്കും യൂട്യൂബിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരല്ലെന്നുണ്ടെങ്കിൽ അത് AI-ക്കകത്ത് തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടപ്പോഴാണ് AI-ക്കകത്ത് പറഞ്ഞു, AI നിങ്ങൾ നോക്കുന്നതിനോ AI കൊണ്ട് ചെയ്യിക്കുന്നതിനോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളത് ക്ലാരിഫൈ ചെയ്യണം. അവര് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം, തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കണം. ആ ക്ലാസ്സിന് എങ്ങനെയാണ് എന്നിപ്പോ അപ്പൊ അവരൊരെണ്ണം അടിച്ചു തരും. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാവുള്ളൂ അവര് തന്നെ പറയുന്നുണ്ട്. ഇത് ഇപ്പോ ഒരു വലിയൊരു വിപത്താണ് ശരിക്കും പറഞ്ഞ ഈ ChatGPT ഒക്കെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. കാര്യം എന്താ വെച്ചാല് ChatGPT-യോട് ചോദിച്ചിട്ട് പല പിള്ളേരും പല കാര്യങ്ങളും സ്കൂൾസിലേക്ക് വേണ്ടതായാലും അവരുടെ പ്രൊജക്ടിന് വേണ്ടിയതൊക്കെ ചെയ്യും. ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇമാജിനറി പവർ, നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവുന്നത്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു രീതിയിൽ അവിടം വരെ എത്തിയിട്ടുണ്ട്. ആ ഇമാജിൻ പവറും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്കത് കിട്ടുമ്പോഴും നമ്മുടേതായ രീതിയിൽ ചിന്തിച്ചിട്ട് അതിനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ കുഞ്ഞു മക്കള് അവർ ആ രീതിയിലേക്ക് ചിന്തിച്ചോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനെ ഒന്നും വികസിപ്പിക്കാത്തടത്തോളം കാലം ഇത് അവർക്കൊരു വലിയ നഷ്ടമായിരിക്കും പിന്നീട് ഉണ്ടാക്കുക എന്ന് ആണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്റെയൊക്കെ തോന്നലാണ് കേട്ടോ. അത്രത്തോളം അതിനകത്ത് മുന്നോട്ട് പോവാം എന്ന് എനിക്കറിയില്ല. ശരിക്കും വായിക്കണം. നമ്മൾ പുസ്തകം വായിക്കണം. നമ്മളിപ്പോ AI എഴുത ഒക്കെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഇരുന്നോട്ടെ. പക്ഷെ നമ്മൾ പുസ്തകം വായിച്ച് നമ്മളത് ഓരോന്നും നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. പുസ്തകം വായിക്കണം. പുസ്തകം ഏത് സബ്ജക്റ്റിനാണെങ്കിലും ശരി നമ്മളതിന്റെ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. AI-ക്കകത്ത് നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും. അതിന്റെ ക്ലാരിഫിക്കേഷൻ, ശരിക്കും ഇത് ശരിയാണോ എന്നുള്ള ആ ക്ലാരിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്യുമ്പോഴോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. താങ്ക് യു മാം. സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു. ഓക്കെ താങ്ക് യു. പിന്നെ ഡിസ്കഷൻസ് നടക്കണം. ശരിക്കും ഡിസ്കഷൻസ് ആണ് ശരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാന ഭാഗം. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം സുജന. മാം താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.